ഹായ്, ടീം DJMന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം എന്താ വിശേഷം? COVID-19 സെക്കൻഡ് വേവ് അതിശക്തമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും കൂടെ ഇങ്ങനെ അതിശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരും പാനിക് ആവരുത്, എല്ലാവരും നല്ല ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ ഇതിനേക്കാളും വലിയ വലിയ സിറ്റുവേഷൻസ് വന്നപ്പോൾ നമ്മൾ തരണം ചെയ്തിട്ടില്ലേ, പിന്നെ നമ്മൾ എന്തിനാ ഈ ഒരു സിറ്റുവേഷനിൽ തളരേണ്ട ആവശ്യം? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ആവശ്യമില്ലാതെ വരുന്ന ഈ ഫോർവേഡഡ് മെസ്സേജസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ന്യൂസിൽ വരുന്ന നിങ്ങൾ ഈ ഡെത്ത് റേറ്റിൻ്റെ കണക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ക്യൂറായി എത്രയോ പേര് വരുന്നു, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനത്തെ ഉള്ള ന്യൂസ് കാണും. അപ്പോൾ വീട്ടിലിരുന്ന് എന്താ പറയുക, കുറച്ച് യോഗ, മെഡിറ്റേഷൻ, പിന്നെ നല്ല മ്യൂസിക് കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നല്ല എന്താ പറയുക, ഒന്ന് റിലാക്സ് ആവും. അപ്പം ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും, പോസിറ്റീവായിട്ടിരിക്കും, നമ്മൾ ഹൈജീനായിട്ടിരിക്കുക. നമുക്കറിയാം നമ്മൾ ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന്, ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണമെന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഫേസ്ബുക്കിൽ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഞങ്ങളോട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ്, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഞാനല്ല കേട്ടോ പറയുന്നത്, അതിന് അറിവുള്ള ഒരാൾ വരുന്നുണ്ട്. ഡോക്ടർ ജോൺ മാത്യു സർ. കൽക്കത്തയിൽ തന്നെ ജനിച്ചു വളർന്നതാണ് അദ്ദേഹം ഇവിടെ AMRI ഹോസ്പിറ്റലിലും അരബിന്ദ് സെവ ഹോസ്പിറ്റലും കൊത്താരി ഹോസ്പിറ്റലുമാണ് കൺസൾട്ടൻറ്റ് ENT സ്പെഷ്യലിസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ് നിങ്ങളുടെ ഡൗട്ട്, നമ്മുടെ എല്ലാവരുടെയും ഡൗട്ട് ഇന്ന് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സാറിൻ്റെ ക്യാബിനിലോട്ട് പോവാം. നമസ്കാരം സർ. ഇപ്പോൾ നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം COVID-19 ഫസ്റ്റ് വേവ് വന്നു, അത് ഒരുവിധം നമ്മൾ തരണം ചെയ്ത് മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും COVID-19 സെക്കൻഡ് വേവ് വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫ്ലുവൻസ ടൈപ്പ് വൈറസാണ്. നമുക്ക് കോമൺ കോൾഡൊക്കെ സംഭവിക്കുന്ന വൈറസും കൊറോണ ഫാമിലിയിലെ വൈറസാണ്. പക്ഷേ ഈ ഒരു വേരിയൻറ്റ് ഇത്രയും തീവ്രമായിട്ട് മനുഷ്യരെ ഇത്രയും എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ധാരണ നമുക്കില്ലായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു. ഇതിൻ്റെ മൂലകാരണം ആയിട്ടുള്ളത് നമ്മൾ തന്നെയാണ്, മനുഷ്യകുലമാണ്. കാരണം ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ 3 മേജർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റേതായുള്ള 1 ഈസ് ദ റിസർവയർ, മീൻസ് ഇത് കൂട്ടിക്കിടക്കുന്ന ഇവിടെയാണ്. സെക്കൻഡ് ഈസ് ദി കാരിയർ, ഇത് കൊണ്ടു നടക്കുന്ന സ്പ്രെഡ് ചെയ്യുന്ന ആരാണ്. പിന്നെ ഇത് വെക്റ്റർ, ഇത് ഒരാളിൽ നിന്ന് മറ്റുള്ള അല്ലെങ്കിൽ ഒരു സ്പീസിൽ നിന്ന് മറ്റൊരു സ്പീസീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ്. ഇപ്പം മലേറിയയിലൊക്കെ വെക്റ്റർ കൊതുകാണ് അല്ലേ. സ്വൈൻ ഫ്ലൂവിലൊക്കെ അതിൻ്റെ ആയ കാരിയർ പന്നിയാണ് അല്ലേ. അങ്ങനെ റിസർവോയർ വേറെ എന്തെങ്കിലും ആനിമലായിരിക്കും. ഇപ്പം ബേർഡ് ഫ്ലൂവിൽ ബേർഡ്സ് അല്ലേ, നമ്മുടെ കോഴിയും അങ്ങനെയൊക്കെ ബേർഡ് ഫ്ലൂ, അതാണ് അതിൻ്റെ റിസർവോയർ. അവിടെ അത് എപ്പോഴും ഉണ്ട്. ആദ്യകാലം തൊട്ട് ആ റിസർവോയർ ഇത് പറയുന്ന ബാറ്റ്സിൽ നിന്നാണ് വന്നത്. അന്ന് റിസർവോയർ ബാറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ വേരിയൻറ്റ് ഭേദഗതി വന്ന ഇത് പുതിയ കൊറോണ മ്യൂട്ടൻ്റായിട്ടുള്ള അതിൻ്റെ റിസർവോയറും മനുഷ്യനാണ്, ഇതിൻ്റെ കാരിയറും നമ്മളാണ്, മനുഷ്യരാണ്. അതിൻ്റെ വെക്റ്ററും നമ്മളാണ്, മനുഷ്യരാണ് അല്ലേ. ഇതിൻ്റെ കാരിയർ എന്ന് പറയുന്ന അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ കാരിയർ. അതിൻ്റെ റിസർവോയറും അവർ തന്നെയാണ്. എന്നിട്ട് സിംറ്റമാറ്റിക് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരാളിൽ നിന്നും വേറൊരാളിനോട്ട് ഇത് കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇത് നമുക്ക് വേറെ ആരെയും ഇത് ബ്ലെയിം ചെയ്യാനോ പഴി ചാരാനോ ഒന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു സിറ്റുവേഷനാണ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ച് ചെയ്യാതെ ഇതിനൊരു രക്ഷയില്ല. ഇപ്പോൾ എല്ലാ 2-3 വർഷവും 5 വർഷം 10 വർഷം കഴിയുന്നതാണ് എന്തെങ്കിലും ഒരു എപ്പിഡമിക് പാൻഡമിക് വരുന്നു. അതിന് 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് വേറൊന്നും വരുത്തില്ല എന്നുള്ള ഏതെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, ഉറപ്പുണ്ടോ? ഇല്ല. ഇതിനെക്കാട്ടി തീവ്രമായിട്ടുള്ള എന്തെങ്കിലും വരും. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതേ പിടിച്ചു നിർത്താൻ, അതേ തടയാനുള്ള ഒരു കപ്പാസിറ്റി മനുഷ്യർക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മളത് ഡെവലപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒരു കപ്പാസിറ്റി നമുക്ക് ചെയ്യേണ്ടി വരും.
അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് സൈക്കിൾസ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രേക്ഷകർ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട് സാറിനോട് ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. BP ഡയബറ്റിക്സും ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് എങ്ങനെയാണ് COVID-19 എഫക്റ്റ് ചെയ്യുക? അത് നോർമൽ ഒരു മനുഷ്യനിൽ എഫക്റ്റ് ചെയ്യുന്ന പോലെയാണോ അങ്ങനെയൊക്കെ അസുഖങ്ങളുള്ള ഒരു പേഷ്യൻറ്റിൽ? ഇപ്പം നമുക്കറിയാമല്ലോ, ഡയബറ്റീസ് ആയിട്ടുള്ളവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും. അതുകൊണ്ടല്ലേ അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് ഉള്ള ചാൻസ്, എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻ, മറ്റേ ഇൻഫെക്ഷൻസും അവരുടെ ശരീരത്തിൽ കൂടി കയറുന്ന അല്ലെങ്കിൽ അവർ ഇൻഫെക്റ്റഡ് പ്രോണായിട്ടുള്ള മനുഷ്യരാണ്. കാരണം ഇമ്മ്യൂണിറ്റി അവരുടെ കുറവാണ്. അതുകൊണ്ടാണ് ഈ വൈറസ് അവരെ കൂടുതലായിട്ട്, ഇതൊരു ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഇൻഫെക്ഷൻ കൂടുതൽ തീവ്രമായിട്ട് ഡയബറ്റിക്കലി എഫക്റ്റ് ചെയ്യുന്ന പോലെ ഇതും അവരുടെ ശരീരത്തിൽ എഫക്റ്റ് ഒത്തിരി കൂടുതലായിരിക്കും. കോംപ്രമൈസ്ഡ് റെസ്പിറേറ്ററി ബ്രീതിങ് ഫങ്ഷൻ ആയിരിക്കും, കോംപ്രമൈസ് കിഡ്നി ഫങ്ഷൻ ആയിരിക്കും, ക്രിയാറ്റിനൊക്കെ ഓവർട്ട്ലി അല്ല, ഒരു ബോർഡർ ലൈൻ ആയിരിക്കും ഇതെല്ലാം. അതിൻ്റെ മണ്ടേ ഇതൊരു ഒരു അഡീഷണൽ സ്ട്രെസ് വന്നു വീണാൽ ചിലപ്പം അവർ മൾട്ടി ഓർഗൻ ഫെയിലിയറിലോട്ട് പോകും. അത് താങ്ങാനുള്ള ഒരു ശക്തി ചിലപ്പം കണ്ടില്ല, എല്ലാവർക്കും കാണുകയില്ല, ചിലർക്കൊക്കെ കാണും, അവർ സർവൈവ് ചെയ്യും. താങ്ങാൻ ശക്തിയില്ലാത്തവർ മരിക്കുകയും ചെയ്യും. അങ്ങനായി മരണം സംഭവിക്കുന്നത്. അതെ, അപ്പം ഇതിന് പാനിക് ആവുകയല്ല വേണ്ടത്, നമ്മൾ പാനിക് ചെയ്യേണ്ടത്. ഈ പാനിക് ആവുന്നതുകൊണ്ട് അന്നേരം ബ്ലഡ് പ്രഷറും കൂടും, ഷുഗറും കൂടും. അന്നേരം ഈ സ്ഥിതി ഒന്നുകൂടെ സീരിയസ് ആവും. അതുകൊണ്ട് പാനിക് ആവാതെ ഒന്നുകൂടെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിനോടായിട്ടുള്ള സ്റ്റെപ്സ് എടുത്താൽ ഈ ആക്ച്വലി ദി ഫണി തിങ് ഈസ് കൊറോണ ഇൻഫെക്ഷനിൽ ഫസ്റ്റ് വേവ് ആയാലും സെക്കൻഡ് വേവ് ആയാലും 99% ആൾക്കാർക്ക് ഒന്നും സംഭവിക്കത്തില്ല. 1% ആൾക്കാരേ മരിക്കുന്നുള്ളൂ. ഹോസ്പിറ്റലൈസും സീരിയസ് കോവിഡ് എന്ന് പറഞ്ഞാൽ 1% അല്ലെങ്കിൽ ലെസ് ദാൻ 1%. ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ്. പക്ഷേ ഈ 1% തന്നെ ഒത്തിരി കൂടുതലാണ്. കോവിഡ് വന്ന് ഭേദമായ ഒരാൾ എപ്പോഴാണ് ആദ്യ വാക്സിൻ എടുക്കേണ്ടത്? കോവിഡ് വന്ന് ഭേദമായ ആൾക്കാർക്ക് വാക്സിൻ എടുക്കേണ്ട സമയം അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ US FDA, CDC, മേയോ ക്ലിനിക്കിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവരൊരു 90 ഡേയ്സ് 90 ദിവസം വരെ അവധി കൊടുത്തിട്ടുണ്ട്. അവരുടെ ലോജിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് നമ്മുടെ ശരീരത്തിലെ ഈ വേദനയും അങ്ങനെ അസ്വസ്ഥയെല്ലാം മാറിക്കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ വാക്സിൻ എടുത്തു. അന്നേരം 1 മാസമാകാം, 3 മാസം വരെ അവർ സമയം തന്നിട്ടുണ്ട്. 3 മാസത്തിനകം പോയി സുഖമായിട്ട്, അവർ പറയുന്നത് 3 മാസത്തിനകം ഈ ശരീരത്തിലെ വൈകല്യങ്ങളൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് പോയി ഒരു 90 ഡേയ്സ് വരെ ടൈം തന്നിട്ടുണ്ട്. 90 ഡേയ്സിനകത്ത് പോയി എടുക്കാം. കോവാക്സിൻ എടുത്തതിന് ശേഷം സെക്കൻഡ് ഡോസ് കോവിഡ് ഷീൽഡ് എടുക്കുന്നതിൽ പ്രോബ്ലം ഉണ്ടോ? ഇതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാൻ വയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ദ സയൻറ്റിഫിക് ആൻസർ ഈസ് നോ ഡേറ്റ ഈസ് അവൈലബിൾ. ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ഇല്ല. അതാണ് ഇപ്പോഴത്തെ. പക്ഷേ ഈ ചോദ്യം സയൻറ്റിസ്റ്റിൻ്റെയും ഞങ്ങളുടെയും ബുദ്ധിയിൽ വന്നു. കാരണം വാക്സിൻ ഷോർട്ടേജാണ്. ഇപ്പം സെയിം വാക്സിൻ എടുക്കേണ്ട നിർബന്ധം എന്തുമാണ്? മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി UK ഒരു മിക്സ് ആൻഡ് മാച്ച് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് ജൂലൈ വരെ അത് ട്രയൽ നടന്നുകൊണ്ടിരിക്കും. അവരൊരു 1050 പേരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, വോളണ്ടിയേഴ്സ്. അന്നകത്തൊരു 800 പേർക്ക് അവർ ഓൾറെഡി 2 ഡോസ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ജൂലൈ കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു റിസൾട്ട് വരും. അതിൻ്റെ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്യുമ്പോഴത്തേന് August, September ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും. ഇത്രയും ക്വിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഈ ഒരു വാക്സിൻ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം? അതിൻ്റെ ഏറ്റവും നല്ല ആൻസർ ഇസ്രയേൽക്കാർ തന്നല്ലോ. അവർ ഓപ്പൺ ചെയ്തില്ല കൺട്രി. അവരെല്ലാവരും 18+ ആൾക്കാരെ എല്ലാവരും വാക്സിനേറ്റ് ചെയ്തു. ഫൈസർ മോഡേണ വാക്സിൻ 2 ഡോസ് കൊടുത്തു. അവർ കൺട്രി ഓപ്പൺ ചെയ്തു. എൻറ്റയർ ഇസ്രായേൽ, ആ രാജ്യം മുഴുവൻ അവർ വാക്സിനേറ്റ് ചെയ്തു, ഫുൾ കൺട്രി. എന്നിട്ട് അവർ മാസ്കും മാറ്റി, സ്കൂളും തുറന്നു, കോളേജും തുറന്നു, സ്പോർട്സ് സ്റ്റേഡിയവും തുറന്നു, റെസ്റ്റോറൻറ്റും തുറന്നു, സിനിമ ഹാളും തുറന്നു, എല്ലാം നോർമലാക്കി. ഇതിൻ്റെ ഏറ്റവും നല്ല ആൻസർ ഇസ്രായേൽക്കാർ തന്നു. ഇതിൻ്റെ ഡേറ്റ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലൂംബർഗ് ഡേറ്റ ആണ്. 925 ഷോട്ട്സ് ഓൾറെഡി മനുഷ്യർക്ക് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേന് അതൊരു 1 ബില്യൺ ആവും. പക്ഷേ സാർ, ഇവിടെ ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വീണ്ടും കോവിഡ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. അതെ, അപ്പോൾ ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ?
അതായത് കോവിഷീൽഡ് എടുത്ത ആൾക്കാർക്ക് സെക്കൻഡ് ഡോസ് 2 ഡോസ് കഴിഞ്ഞിട്ടുള്ള 1% പോലും ഇല്ല, 0.1% പോലും ഇല്ല. സെക്കൻഡ് ഡെസിമൽ പോയിൻ്റാണ്. 0.03% ആൾക്കാർക്കാണ് റീഇൻഫെക്ഷൻ വന്നത്, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വന്നത്. കോവാക്സിൻ എടുത്തവർക്ക് 0.04% ആണ് വന്നിട്ടുള്ളത് 2 ഡോസ്. ഇതെല്ലാം ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, നഴ്സസാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇത് കോൺസ്റ്റൻ്റ്ലി എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. പിന്നെ 2 ഡോസ് എടുത്ത ആൾക്കാർ ഞങ്ങൾ തന്നെയാണ്. ജനറൽ പബ്ലിക്കിലൊന്നും 2 ഡോസ് കിട്ടിയിട്ടില്ല, 1 ഡോസൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ജനറൽ പബ്ലിക്കിൽ 2 ഡോസ് കൊണ്ട് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ്റെ ആ സ്റ്റേജ് ഇതുവരെയായിട്ടും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഡേറ്റ ഉള്ളത് ഹോസ്പിറ്റൽ സ്റ്റാഫും ഹെൽത്ത് കെയർ വർക്കും ഡോക്ടേഴ്സിൻ്റെ അകത്താണ്. പക്ഷേ ആർക്കും ഹോസ്പിറ്റലൈസേഷനും സീരിയസ് കോവിഡ്, ഓക്സിജന് ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. ഇതൊരു പനി പോലെ വന്നു, പാരസെറ്റമോളും വിറ്റാമിനും ഗാർഗിളും സ്റ്റീമൊക്കെ ചെയ്ത് കാര്യങ്ങളും പോയി. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് വേവ് ഇത്രയും ഡേഞ്ചറസ് ആവുന്നത്? ഒന്ന് പറഞ്ഞാൽ ഇത് പുതിയതായിട്ടുള്ള സാധനമാണ്. ഇതിനെക്കുറിച്ചുള്ള നമുക്ക് ഫസ്റ്റ് വേവും നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. ഇപ്പോൾ അല്ലേ അത് പഠിച്ചു വന്നത്. ഇപ്പോഴതിൻ്റെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് ആദ്യമൊക്കെ ഒന്നും തീർച്ചയായും മുറിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പഴയ ട്രീറ്റ്മെൻറ്റ്, ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, അത് ഒത്തിരി പേര് മരിച്ചു. ഇപ്പോഴല്ലേ കൊറോണ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ഒരു ധാരണ നമുക്ക് എത്തിയത് ഇപ്പോഴാണ്. അപ്പോൾ അന്നേരം പുതിയ മ്യൂട്ടൻറ്റ് വന്നു. ഇതും ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുവാണ്. നമ്മുടെ ഇന്ത്യയിലെ വേരിയൻ്റ് ഈസ് നൗ നോൺ ആസ് വേരിയൻ്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് വന്നത് മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ ഉള്ള ട്രിപ്പിൾ മ്യൂട്ടൻറ്റിൻ്റെ ഒരു ഡിസ്കവറി ഏതായാലും ചെയ്തിട്ടുണ്ട്. ഇപ്പം വരുന്ന ന്യൂ ഡേറ്റ അനുസരിച്ച് ഇപ്പം സ്പ്രെഡ് ചെയ്യുന്ന ഒരു വേരിയൻ്റ് ചിലപ്പം ട്രിപ്പിൾ മ്യൂട്ടൻ്റ് ആയിരിക്കാം. ഇന്നത്തെ ഈ പുതിയ മ്യൂട്ടൻ്റ് ആയതുകൊണ്ട് ഇന്നത്തെ 2-3 ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ RT-PCR ആയിരുന്നല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. RT-PCRയുടെ സെൻസിറ്റിവിറ്റി യൂഷ്വലി 70% ആണ്. അതിനകത്തൊരു 30% കിട്ടത്തില്ല. പക്ഷേ ഇന്നത്തെ ഒത്തിരി ഫോൾസ് നെഗറ്റീവ്സ് വരുന്നുണ്ട്. നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് വരുന്നു. കുറച്ച് ദിവസം കഴിയുന്നുണ്ട് അവരുടെ ശ്വാസം മുട്ടലും ഒക്കെ ലങ് ഇൻഫെക്റ്റഡ് ആയി വരുന്നു, വൈറൽ ന്യൂമോണിയ ആവുന്നു. പിന്നെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ ക്രൈസിസ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് നെഗറ്റീവ് ആയാലും എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു സിംറ്റംസ്, അതായത് ഒരു ജലദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, ക്വാറന്റൈൻ ഇരിക്കണം. കാരണം ആദ്യത്തെ ഫസ്റ്റ് കൊറോണയിൽ ഇതിൻ്റെ കാർഡിനൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പനിയായിരുന്നു. 100-101 പനി, ഒരു 5 ദിവസം 7 ദിവസം നിൽക്കുമായിരുന്നു. അതൊരു അതിൻ്റെ കാർഡിനൽ സിംറ്റമായിരുന്നു, ക്ലാസിക്കൽ സിംറ്റം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു വരണ്ട ചുമയുണ്ടായിരുന്നു, ഡ്രൈ ഇറിറ്റൻ്റ് കഫ്. പിന്നെ മണം കിട്ടുന്നില്ല, സ്വാദ് കിട്ടുന്നില്ല, ഇതൊക്കെയായിരുന്നു. പിന്നെ ഈ ബോഡി പെയിൻ, അതാണ് അതിൻ്റെ ക്ലാസിക്കൽ ഒരു സീരീസ്. ഈ പുതിയ വേരിയൻറ്റിൽ പനി അത്രയൊന്നും നിൽക്കുന്നില്ല, 2-3 ദിവസം. അതും വളരെ മൈൽഡ് ഫീവറാണ്. അത് വന്നിട്ടങ്ങ് പോകും. അതാരും അങ്ങനെ അത്ര എല്ലാവരും ക്രോസും കഴിക്കുന്നു, അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുന്നു, അതുകൊണ്ട് അത് മാനേജ് ആയി പോകുന്നു. പക്ഷേ ഇന്നത്തെ ക്ലാസിക്കൽ സിംറ്റമായിട്ട് നിൽക്കുന്നത് തൊണ്ടവേദനയാണ്. മനുഷ്യർക്ക് ഒത്തിരി തൊണ്ടവേദന, ഇപ്പം തൊണ്ടവേദന ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ സിംറ്റമായിട്ട് വരും. പിന്നെ വേറൊരു ക്ലാസിക്കൽ സിംറ്റമായിട്ട് വരുന്നത് ഹെഡേക്ക്. ഒരു 80% ആൾക്കാർക്ക് തലവേദന നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നാൽ ഇന്നത്തെ ഈ പുതിയ വേരിയൻറ്റ്, ഈ ഭേദഗതി വന്ന ഈ പുതിയ കൊറോണയ്ക്ക് വയറിളക്കം, ബോഡി പെയിൻ ഉണ്ട്, അതിൻ്റെ കൂടി ജോയിൻറ്റ് പെയിൻ. ഈ ജോയിൻറ്റ് പെയിൻ ഒത്തിരി നാളും നിലനിൽക്കും, 1 മാസം, 10 ദിവസം, 15 ദിവസം. ഈ ബോഡി പെയിനും ജോയിൻറ്റ് പെയിൻ, മറ്റേതിന് എത്രയും ജോയിൻറ്റ് പെയിൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കൊറോണയിൽ നമ്മുടെ ഈ സ്കിൻ റാഷസ്, തൊലിയിൽ ഇങ്ങനെ തടിച്ച് വരുന്ന ചില ശരീരം മണ്ണ് റാഷസ് വരുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ചിൽഡ്രൻ, കൊച്ചുപിള്ളേരിൽ. അതുപോലെ കുട്ടികൾക്ക് ഇപ്പം പണ്ടത് മുതിർന്നവർക്കായിരുന്നു, സീനിയേഴ്സിനായിരുന്നു കൂടുതൽ എഫക്റ്റഡ് ആണ്. ഇപ്പോൾ ഇത് കുട്ടികളിലോട്ടും യങ് അഡൾട്ട്സ്, അഡോളസൻസ്, ടീനേജേഴ്സിലാണ് എല്ലാവരും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺജങ്ക്റ്റിവൈറ്റിസ്, ചെങ്കണ്ണ്, അതൊരു സെക്കൻഡ് വേവിൽ ഒരു സൈനാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നഖത്തിൻ്റെ അടുത്ത്, ഈ ഫിംഗേഴ്സ് ആൻഡ് ടോസിൻ്റെ അറ്റത്ത് ഈ കളർ ചേഞ്ച്
ഒരു ഇവിടുത്തെ ഒരു എന്തെങ്കിലും മുറിച്ചൽ പോലെ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ പോലെ അല്ലെങ്കിൽ കളർ ചെയ്യുന്ന കാലിലും കയ്യിലും ഒക്കെ അതും ഇങ്ങനെ ഒരു ഈ പൊള്ളിയതുപോലൊക്കെ അല്ലെങ്കിൽ ചെറിയ ഒരു അബ്രേഷൻസ് പോലെ ഒരു സ്കിൻ ചേഞ്ച് വരുന്നുണ്ട്. ഇത് 3 കാരണം പുതിയ വേരിയൻറ്റിൽ നമുക്ക് കാണാമെന്ന് വെച്ചാൽ പുതിയ സിംറ്റംസ് നേരത്തെ ഇത്രയും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു വളരെ കുറച്ച്, പക്ഷേ ഇത് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കാണും. പക്ഷേ കുറച്ച് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷപ്പനി വന്നാലും അതിപ്പം അവരത് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അവർ ടെസ്റ്റ് നെഗറ്റീവാണ് പക്ഷേ എനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ടെൻഷനാക്കി എടുത്ത് മാറ്റുന്ന ആൾക്കാരും ഉണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഈ പറയുന്നത് പറഞ്ഞാൽ ഈ കൊറോണ പുതിയതായാലും പഴയതായാലും അന്നത്തൊരു 50% ആൾക്കാർ അസിംറ്റമാറ്റിക് ആണ്, അവർക്ക് യാതൊരു സിംറ്റവും ഇല്ല. അവരാണ് ഈ കാരിയേഴ്സായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് യാതൊരു ഒരു പനിയും ഒരു ജലദോഷവും ഒരു തുമ്മലോ ചിറ്റിലോ ഒന്നുമില്ല അല്ലേ. ഈ 50% സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുടെ സിംറ്റംസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അന്നേരം 50% 50% ആൾക്കാർക്ക് യാതൊരു സിംറ്റവും ഇല്ല. ഓക്കെ, കൊറോണ വന്നു പോയി എന്തോ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഈ 50% ആയിട്ടുള്ള ആൾക്കാരുടെ സബ് ഡിവിഷൻസ് ആണ് ഇങ്ങനെ ചുമ, പനി, അങ്ങനെയൊക്കെ ഈ ടേസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അന്നേരം 50% ആൾക്കാർക്ക് ഇതൊന്നും വന്നതുപോലും അറിയുന്നില്ലല്ലോ. കോവിഡ് വാക്സിൻ എടുത്ത ഒരാൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് മുഖേന അസുഖം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? അതിനെ പ്രതിരോധിക്കാനോ പ്രിക്കോഷൻ എന്തോ, അത് ഓൾറെഡി ആയില്ലേ. പ്രതിരോധിക്കാനൊന്നും സംഭവമില്ലല്ലോ. ഓൾറെഡി ആയിക്കഴിഞ്ഞ ആൾക്കാർക്ക് എന്തോ പ്രതിരോധിക്കാൻ. പുള്ളിക്കാരൻ ചെയ്യേണ്ടത്, ആ പേഷ്യൻ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഐസൊലേറ്റ് ചെയ്യുക. വാക്സിനേറ്റ് ആയതുകൊണ്ട് സീരിയസ് കോവിഡ് ആകുകയില്ല, പേടിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വരികയില്ല, ഓക്സിജൻ്റെ ആവശ്യം വരികയില്ല, ഇഞ്ചക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും മരുന്നിൻ്റെ ഒന്നും ആവശ്യം വരികയില്ല. വെറുതെ പാരസെറ്റമോളും മൾട്ടിവിറ്റാമിൻസോ സ്റ്റീമൊക്കെ ചെയ്താൽ അത് മാനേജ് ആയിക്കോളും. പക്ഷേ ആ ആൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഐസൊലേറ്റ് ആവുക, മാസ്ക് ധരിക്കുക. ആ പേഷ്യൻറ്റിൽ നിന്ന് വീട്ടിലുള്ളവർ മറ്റുള്ളവർക്കൊക്കെ ഇത് പടരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. കാരണം ഈ വേരിയൻ്റ് ഒത്തിരി കൂടുതൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേരിയൻ്റാണ്. ഇതിൻ്റെ സ്പ്രെഡ് ഒത്തിരി കൂടുതലാണ്. സീരിയസ് ഡിസീസ് ചെയ്തില്ലെങ്കിലും സ്പ്രെഡ് ഒത്തിരി കൂടുതലാണ്, വ്യാപിക്കും ഒത്തിരി. അതുകൊണ്ട് വീട്ടിലായാലും പേഷ്യൻ്റ് എപ്പോഴും മാസ്ക് ധരിച്ചിരിക്കണം. എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ COVID-19 ട്രീറ്റ് ചെയ്യാൻ? റെമഡീസ് ഒന്നുമില്ല. നമ്മൾ ഹോം റെമഡീസ് ഇതിൻ്റെ കാറ്റഗറി എന്ത് ചെയ്യും? ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാം അല്ലേ. അന്നത്തെ നമുക്ക് ജിഞ്ചർ, ഗാർലിക്, ടെർമറിക്, തുളസി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമഞ്ഞൾ, തുളസി, ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഉപയോഗിക്കാം. ചവനപ്രാശത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്, അത് കഴിക്കാം. പിന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് വിറ്റമിൻസ്. അന്നത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ചെയ്യുന്നതാണ് ആംല, നെല്ലിക്ക. നെല്ലിക്ക കഴിക്കാം. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, ഏത് നാരമായാലും ദേ ഓൾ കണ്ടെയ്ൻ സിട്രിക് ആസിഡ്, ആസ്കോർബിക് ആസിഡ്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പിന്നെ നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ്, അതൊക്കെ നമ്മുടെ വിറ്റാമിൻസ് തരും. പിന്നെ സ്റ്റീം ഇൻഹലേഷൻ തരുന്നുണ്ട്, നമ്മുടെ ശ്വാസകോശങ്ങളൊക്കെ ക്ലിയർ ആവും, മ്യൂക്കസ് സിക്രേഷൻ ഉള്ളിലോട്ട് പോവും. അന്നേരം നമ്മുടെ ബ്രീതിങ് ഈസി ആവും, ഓക്സിജൻ കിട്ടാൻ എളുപ്പമാവും. അന്നേരം നമ്മുടെ ലങ്സ് ബ്ലോക്ക് ആകുകയില്ല, നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ ഇമ്പ്രൂവ് ആയും. അങ്ങനെ സ്റ്റീം വെന്റിലേഷൻ അത് അങ്ങ് ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ സൺലൈറ്റ്, സൂര്യപ്രകാശം, അല്ല സൂര്യ നമസ്കാരം ചെയ്യുവാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. വിറ്റാമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. പിന്നെ വൈറസും കുറേ നശിച്ചു പോകും. പിന്നെ എക്സസൈസ് ചെയ്യുക, യോഗ, ഡീപ്പ് ബ്രീതിങ്, പ്രോൺ ബ്രീതിങ്, അതൊക്കെ പ്രാണായാമം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ലങ് റിക്രൂട്ട്മെൻറ്റ്, ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും. നമ്മുടെ ബോഡിക്കകത്ത് ഒത്തിരി ദർ ഈസ് വാട്ട് ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് റിഡൻഡൻസി. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ദൈവം ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു 30% 40% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ലിവർ ആയാലും ലങ്സ് ആയാലും കിഡ്നി ആയാലും അതിൻ്റെ ഫുൾ ഓർഗൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ ഈ എക്സസൈസും യോഗയും ഡീപ്പ് ബ്രീതിങ്ങും പ്രണയമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ലങ്ങിൽ ആൽവിയോലർ റിക്രൂട്ട്മെൻറ്റ് നടക്കും. അന്നേരം ഫുൾ ലങ് നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടും.
അന്നേരം ഇപ്പോൾ ഒരു 30% 10% കൊറോണ ആയിട്ട് അത് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ബാക്കി ഉള്ള ഏരിയാസ് റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് അന്നേരം നമുക്ക് ഓക്സിജൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. ഇതാണ് ഹോം റെമഡീസിൻ്റെ ഉപയോഗം. അല്ലാതെ ഇത് കൊറോണ ട്രീറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഒരു ഹോം റെമഡീസ് ആയാലും ഇൻഡസ്ട്രിയൽ റെമഡിയും ഇല്ല നമ്മുടെ കയ്യിൽ, ഫാർമസ്യൂട്ടിക്കൽ റെമഡിയും ഇല്ല നമ്മുടെ കയ്യിൽ. ഹോട്ട് വെതർ കണ്ടീഷൻസ് ക്യാൻ പ്രിവെൻറ്റ് COVID-19 ട്രാൻസ്മിഷൻ. അത് സാർ പറഞ്ഞു. അത് ടോട്ടൽ പൊട്ടത്തരമാണ്. അല്ല, സാറ് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് സൺലൈറ്റ്. അതെ, കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല ആൻസർ ഗൾഫ് രാജ്യത്തിലും ആഫ്രിക്കയിലും എല്ലാം കൊറോണ ഇല്ലേ? അവിടെ എല്ലായിടത്തും കൊറോണ സംഭവിച്ചല്ലോ. ഇറാനിൽ ഒത്തിരി പേര് മരിച്ചല്ലോ അല്ലേ? അതെല്ലാം ഹോട്ട് കൺട്രീസ് അല്ലേ? സിംഗപ്പൂരിലും എല്ലാം ഇന്തോനേഷ്യയിലും എല്ലാം ശ്രീലങ്കയിലും എല്ലാം നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹോട്ടല്ലേ? അവിടെ സംഭവിച്ചു. ഇത് ലോകത്തിലെല്ലാ കോണ്ടിനെൻറ്റിലും പോയി എക്സെപ്റ്റ് അന്റാർട്ടിക്ക, അവിടെ മനുഷ്യരില്ലാത്തതുകൊണ്ട്. റഷ്യ, സ്കാൻഡിനേവിയൻ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ തണുപ്പുള്ള രാജ്യങ്ങളാണ്. വിൻ്ററിലൊക്കെ -0, -50, -10, -20 അവിടും കൊറോണ സംഭവിച്ചല്ലോ. അന്നേരം ഫ്രീസിങ് ടെമ്പറേച്ചറിലും ഇതിന് യാതൊരു കേട് പറ്റിയില്ല. ഇക്വറ്റോറിയൽ കൺട്രീസ്, സഹാറ ഡെസേർട്ട്, മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ അവിടെ ഒന്നും സംഭവിച്ചില്ല. ട്രോപ്പിക്കൽ കൺട്രീസിലൊന്നും സംഭവിച്ചില്ല. അമേരിക്കയിലൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇതിന് ടെമ്പറേച്ചറായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലായിടത്തും ഇത് നല്ല ഗെയിമനായിട്ട് നടന്നോളും. നമ്മുടെ കുട്ടിക്കാണ് സിംറ്റംസ് കാണിക്കുമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് കുട്ടിക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യുക, കൊറോണ ടെസ്റ്റ് ചെയ്യണം. പിന്നെ കെയർഫുള്ളി വാച്ച് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് പാരസെറ്റമോൾ കൊടുത്താൽ മതി ബോഡി വെയ്റ്റ് അനുസരിച്ച്. പക്ഷേ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഐസൊലേഷൻ, നോർമലായിട്ടുള്ള വിറ്റമിൻസ്, നല്ലപോലെ വെള്ളം കുടിക്കുക, സ്റ്റീം ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക. പക്ഷേ കുട്ടികൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. ചിൽഡ്രൻസിന് ഒരു പോസ്റ്റ് കോവിഡ് ഡിസീസ് ഉണ്ട് കേട്ടോ, മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം, MICS. അത് ഇൻ ചിൽഡ്രൻ അതൊരു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് കോവിഡ് കഴിഞ്ഞിട്ട് പിള്ളേർ പെർസിസ്റ്റൻ്റായിട്ടുള്ള ഒരു ഫീവർ, മാറാത്തൊരു പനി, ഒരു വല്ലായ്മ, എനർജി ഇല്ല, ഭയങ്കര ടയേർഡാണ്, പിന്നെ ശരീരത്തിൽ റാഷസ് വരുന്നു, നല്ലപോലെ വീക്കാണ്, കൊച്ചൊന്നും കഴിക്കുന്നില്ല, മുഖമൊക്കെ വരണ്ടിരിക്കുന്നു, ഡ്രൈ മൗത്ത്, അങ്ങനെയൊക്കെ ഉള്ളത്. അന്നേരം കൊച്ചു പിള്ളേരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതർവൈസ് ദേ വിൽ ഗോ ഇൻ ടു ദിസ് മൾട്ടി ഓർഗൻ ഫെയിലിയർ ഡ്യൂ ടു മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. സ്റ്റെറോയിഡ് കൊടുത്താൽ അവർ രക്ഷപ്പെടും. പക്ഷേ ടൈമിന് കൊണ്ട് കൊച്ചുങ്ങളെ അഡ്മിറ്റ് ചെയ്യണം. അത് റിസ്ക് ഫാക്ടറാണ്. അത് വാച്ച് ചെയ്താൽ മതി. പിള്ളേർക്ക് യൂഷ്വലി 99.99% പിള്ളേർക്കൊന്നും സംഭവിക്കില്ല. അവരുടെ ഇമ്മ്യൂണിറ്റി നല്ലതാണ്. അവർ ഇത് കവർ ചെയ്തോളും. അവർക്ക് 1-2 ഇച്ചിരി പാരസെറ്റമോൾ കൊടുത്താൽ ഇച്ചിരി വിറ്റാമിനോ കഴിച്ചാൽ അവരത് മാനേജ് ചെയ്തോളും. പക്ഷേ ഒരു ചെറിയ സബ്സെറ്റ് പിള്ളേർക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ് സംഭവിക്കാറുണ്ട്. കാരണം വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ പെറ്റ്സ് ഗെറ്റ് കൊറോണ വൈറസ്? യെസ്, കാരണം ഇത് സ്പീസീസ് ജമ്പ് ചെയ്യുന്ന ഒരു വൈറസ് ആണല്ലോ. പക്ഷെ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ. അത് പെറ്റ്സിനും കൊറോണ വൈറസിൻ്റെ റിപ്പോർട്ടഡ് കേസസ് ഉണ്ട്. ഡോഗ്സ് ഉണ്ട്, ക്യാറ്റ്സ് ഉണ്ട്. കൊറോണ വൈറസ് ഇൻ അനിമൽസ് ഡോക്യുമെൻറ്റഡ് ആണ്. അത് ഭയങ്കര പ്രശ്നമല്ലേ സാർ? അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടാവും, പിന്നെ ഇപ്പോൾ റോഡിലൊക്കെ ഒരുപാട് ഡോഗ്സ് ഒക്കെ ഇല്ലേ? അപ്പോൾ പക്ഷേ അവർക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടല്ലോ. അവർ മാനേജ് ചെയ്തോളും. ഒരു പ്രഗ്നൻറ്റ് വുമൻ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് കുഞ്ഞുണ്ടാവും, അതായത് ന്യൂ ബോൺ ബേബി അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും? മദർ കോവിഡ് പോസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ബേബിയും കോവിഡ് പോസിറ്റീവ് ആവും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിനത്ര സീരിയസ് ആയിട്ടുള്ളൊന്നും സീരിയസ് എഫക്ഷൻസ് ഒന്നും സംഭവിക്കാറില്ല നോർമൽ ബേബി ആണെങ്കിൽ. അത് നോർമൽ ബേബി എന്ന് പറഞ്ഞാൽ ലങ്ങിൻ്റെ ഫങ്ഷൻസ്, ബ്രീതിങ് നോർമലാണ്, അപ്പർ സ്കോറൊക്കെ നോർമലാണെങ്കിൽ അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും സംഭവിക്കാറില്ല. കാരണം നോർമൽ ബേബിക്ക് ചില ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റീസും ഇത് ഫൈറ്റ് ചെയ്യാനുള്ള ചില കപ്പാസിറ്റീസ് നോർമൽ ബേബീസിലുണ്ട്. അതുകൊണ്ട് ഒരു നോർമൽ ബേബിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിക്കാറില്ല. വൈ ICMR കൺസിഡേഴ്സ് കോവാക്സിൻ 100% എഫിഷ്യൻറ്റ് ദാൻ കോവിഡ് ഷീൽഡ്? അത്
ഫേക്ക് ന്യൂസാണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. ICMR പറഞ്ഞത് മീൻസ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ ഓൾ വാക്സിൻസ്. അതിൻ്റെ phase 3 ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ICMR ഇപ്പം കോവിഷീൽഡിൻ്റെ ട്രയലെല്ലാം കഴിഞ്ഞു, അത് സർട്ടിഫൈ ആയി, അത് ലൈസൻസായി. പക്ഷേ കോവാക്സിൻ ഇപ്പോഴാണ് സംഭവിച്ചത്. അത് എമർജൻസി യൂസ് ഓതറൈസേഷനിൽ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ phase 3 ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ട്രയലിൻ്റെ റിപ്പോർട്ട് വന്നു, ഇപ്പോഴാണ് ഇത് വന്നത്. അന്നേരം അവർ പറഞ്ഞത് കോവാക്സിൻ ഈസ് 100% എഫക്റ്റീവ് എഗെയിൻസ്റ്റ് സീരിയസ് കോവിഡ്. അതെല്ലാ വാക്സിനും ഈസ് എഫക്റ്റീവ് എഗെയിൻസ്റ്റ് സീരിയസ് കോവിഡ്. വാക്സിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ സീരിയസ് കോവിഡ് പ്രിവെൻറ്റ് ചെയ്യുക. ഇത് വന്നാലും സെക്കൻഡ് ഇൻഫെക്ഷൻ വന്നാലും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരികയില്ല, വെന്റിലേഷൻ വേണ്ടി വരികയില്ല, ICU അഡ്മിഷൻ വേണ്ടി വരികയില്ല, ഓക്സിജൻ വേണ്ടി വരികയില്ല. സീരിയസ് കോവിഡ് പ്രിവെൻറ്റ് ചെയ്യാൻ 100% ഇതിന് കപ്പാസിറ്റി ഉണ്ട്. അത് കോവിഷീൽഡിനും ഉണ്ട്, ഫൈസറിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇതിൻ്റെ ഡേറ്റ ഇപ്പം വന്നുകൊണ്ട് ഇതെടുത്ത് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു 100% എഗെയിൻസ്റ്റ് സീരിയസ് കോവിഡ്. അത്രേ അത് പറഞ്ഞുള്ളൂ. ആ സീരിയസ് കോവിഡ് എന്നുള്ള വാക്ക് ഒമിറ്റായിപ്പോയി. എൻ്റെ സെക്കൻഡ് ഡോസ് വാക്സിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വാക്സിൻ്റെ ദൗർബല്യം കാരണം സെക്കൻഡ് ഡോസ് വാക്സിൻ വൈകിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രശ്നം അങ്ങനെയില്ല. 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചാൽ യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ പിള്ളേരുടെ വാക്സിനേഷൻ അങ്ങനെയല്ലേ, എക്സാക്റ്റ് ആ ഡേറ്റിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ യാതൊരു പ്രോബ്ലം സംഭവിക്കാറില്ല. ഓക്കെ, പക്ഷേ അത് മാസങ്ങളാക്കരുത്. അതുകൊണ്ട് ആൻറ്റിബോഡി ടൈറ്റർ നല്ലപോലെ കിട്ടും. അത് 1-2 ദിവസത്തെയോ ഒരാഴ്ചത്തെ വ്യത്യാസം സിഗ്നിഫിക്കൻ്റായിട്ട് യാതൊരു ആൻറ്റിബോഡി ടൈറ്ററിൽ വ്യത്യാസം കാണിക്കാറില്ല. അതുകൊണ്ട് എല്ലാം അങ്ങനെ പേടിക്കാനും ഭയക്കാനും ഉള്ള കാര്യമൊന്നുമില്ല. പേടിയാണ് ഈ കൂടുതൽ ഈ റെസ്പിറേറ്ററി ഫെയിലിയേഴ്സും ഈ കാർഡിയക് ഫെയിലിയറും ഇത് കൂടുതൽ സംഭവിക്കുന്നത്. പാനിക് വരുന്നുണ്ടെ പ്രഷർ കൂടും, ഷുഗർ കൂടും, ഹാർട്ടിൻ്റെ ലോഡ് കൂടും, അന്നേരം ഈ ശ്വാസം മുട്ടൽ ഒന്നുകൂടി കൂടും, ശ്വാസം നല്ലപോലെ വലിക്കാൻ ബ്രോങ്കോസ്പാസം സംഭവിക്കും. അങ്ങനെയൊക്കെ കൂടുതൽ നമ്മുടെ ഒത്തിരി പ്രോബ്ലംസ് കൂടും. റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രയൊന്നും സംഭവിക്കാറൊന്നുമില്ല. റിലാക്സ്. ദ ഫിയർ ഓഫ് കോവിഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് കില്ലർ. ഭയക്കാനുള്ളതൊന്നുമില്ല. ഇതൊരു വൈറസാണ്. ഇതുപോലുള്ള ഓരോ വൈറസസും ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇതും നമ്മൾ അതിജീവിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ആൻറ്റിവൈറൽസോ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. വൈറസ് ഏതെങ്കിലും വന്നോട്ടെ അല്ലേ, നമുക്കതിൻ്റേതായുള്ള ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ അകത്തോട്ട് കയറാതിരുന്ന പോലെ. നമ്മുടെ കുട ഏത് കളറിലായാലും മഴ തന്നെ പോലെ. പിന്നെ ഒരു രസകരമായൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം? അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ടൈം ഫ്രെയിം ഒന്നും നമുക്ക് തരാൻ പറ്റില്ല. ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അനാലജി തരുവാന്ന് പറഞ്ഞാൽ, നമ്മൾ വാക്സിൻ എടുക്കുന്നത് എന്തിനാണ്? നമ്മൾ വാക്സിൻ എടുക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി വാക്സിൻ എടുക്കുന്ന സമയത്ത് അതിനെ ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഏതെങ്കിലും നമ്മൾ ആക്ടിവിറ്റി ചെയ്താൽ, എന്തെങ്കിലും കാരണം ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സേവിച്ചാൽ, അന്നേരം നമുക്ക് കിട്ടേണ്ട ആ പ്രൊട്ടക്ഷൻ, ആ പ്രതിരോധ ശക്തി നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ഈ ഡ്രിങ്ക്സ് എടുത്താലോ അല്ലെങ്കിൽ ടൊബാക്കോ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ്സോ എന്തെങ്കിലും ഇൻടോക്സിക്കൻസ് ഉപയോഗിച്ചാൽ അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ചിരിക്കും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുക, ബോഡിയുടെ ഫങ്ഷൻ കുറയ്ക്കുകയാണ്. നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻ കുറയുന്നതാണ് ഇമ്മ്യൂണിറ്റിയും കുറയും. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ് നമ്മുടെ ഈ വാക്സിൻ എടുത്തതിൻ്റെ ആ ഉപയോഗം പൂർണ്ണമായിട്ടുള്ള 100% നമുക്ക് കിട്ടുകയില്ല. അതാ വരുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള അനാലജി, നമുക്കൊരു മലയിൽ കയറണം. നമ്മുടെ മലയിൽ കയറുന്ന സമയത്ത് ഒരു വലിയൊരു കല്ല് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ മലയിൽ കയറാൻ പോകുന്നത്. അത് എത്ര ബുദ്ധിപരമായിരിക്കും നമ്മൾ തന്നെ ആലോചിക്കുക. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിൻ്റെ വിലപ്പെട്ട സമയത്ത് നിന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഇതിനെ ഭയക്കണ്ട, പേടിക്കാനൊന്നുമില്ല. ഇതൊരു ബാധയാണ്. ഇതും വരും, ഇതും പോവും. റിലാക്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ ഒരു
നല്ലൊരു ഡിസിപ്ലിൻ ലൈഫായിട്ട് നമ്മളെല്ലാവരും കൂടി യോജിച്ച് പോവുകയാണെങ്കിൽ ഇനിയും വരുന്ന ബാധകളൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കിട്ടും, ഒരു സ്ട്രെങ്ത് കിട്ടും. ടുഗെദർ വി വിൽ വർക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു സെക്കൻഡ് വേവ് അല്ലെങ്കിൽ COVID-19 അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുടെ സംശയങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡോക്ടർ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.